अच्छा है. അപ്പോൾ ദേ നമ്മൾ പൂവൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ. അപ്പോൾ അമ്മയൊക്കെ ഉണ്ടല്ലോ. ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. എപ്പോഴും ഓരോ കാര്യങ്ങൾ വിചാരിക്കും, പക്ഷെ ആ ഒരു സമയം എത്തുമ്പോൾ വേണ്ട ഇനിയിപ്പോൾ നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം വേണ്ടാന്ന് വെക്കിട്ടോ. അപ്പോൾ ഇന്ന് അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ശരി, ഏതൊരു മേക്കപ്പിൻ്റെ ഒക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെയ്യലായി. നെക്സ്റ്റ് സൺഡേ ചെയ്താലോ? അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ സാരി. ഇന്ന് ഈ സാരി ഉടുക്കാമെന്ന് വിചാരിക്കുകയാണെ. നാട്ടിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്, ഡ്രസ്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ബ്ലൗസ് നോക്കിയപ്പോൾ വേറെ ഏതൊക്കെയായിരുന്നു, ബ്ലാക്ക് നോക്കിയപ്പോൾ ഈ ഡാർക്ക് ബ്ലൂ അതും കൂടെ ഒട്ടും ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. പിന്നെ നോക്കിയപ്പോഴും ഇതാകുമ്പോൾ കുറച്ച് മാച്ച് ഉണ്ട്. അപ്പോൾ ശരി, ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെഡി ആയിട്ട് വരാം കേട്ടോ. പീസ്. അപ്പോൾ അതേ റെഡി ആയിട്ടോ. അപ്പോൾ ഫ്രീ ഹെയർ വേണോ എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. നമ്മൾക്ക് അമ്പലത്തിൽ നിന്ന്, ഇവിടെ ഗണപതിയുടെ അമ്പലത്തിൽ ഒരു വിശേഷ ദിവസമായിരുന്നു 2 ദിവസം മുന്നേ കേട്ടോ. അപ്പോൾ പോയപ്പോഴും അമ്പലത്തിൽ നിന്ന് കിട്ടിയ പൂവാണ്. അപ്പോൾ അമ്മ പറയുന്നു, നീ ഈ സാരി ഇങ്ങനെ മോഡേൺ സാരി പോലെ നീ ഇങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഈ മുല്ലപ്പൂ ചേരുമെന്ന് പറയുന്നില്ല അമ്മ. പക്ഷെ മുല്ലപ്പൂ അമ്പലത്തിലല്ലേ, അപ്പം എനിക്ക് വെക്കണം തോന്നുന്നുണ്ട്. അപ്പം പിന്നെ മുടി ഇങ്ങനെ സ്ലൈഡ് കുത്താലോ ആദ്യം. ഫ്രീ ഹെയർ ആകുമ്പോൾ ഇങ്ങനെ പോവാ ഇല്ലല്ലോ. നോക്കട്ടെ. അപ്പൊ ദേ നമ്മൾ പൂവൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കമ്മൽ എങ്ങനെയുണ്ട് ഗൈസ്? മാച്ചിന് കമ്മലാണ് കേട്ടോ. अच्छा है. പക്ഷെ നെയിൽ പോളിഷ് അടിച്ചില്ല, സാരില്ല. അപ്പൊ ഫ്രീ ഹെയർ ആണോ ഭംഗി, ഇങ്ങനെ ഇടുന്നതാണോ ഭംഗി എന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ. പിന്നെ അമ്മക്ക് മതിയായി. ഇവള് 2 മണിക്കൂർ അമ്മ പറയായിരുന്നു. അമ്മ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നു, സാരി കൊടുക്കാൻ 1 മണിക്കൂർ വേണം, വേഗം കൂടെ റെഡി ആവും, ഞാൻ ദോശ ഉണ്ടാക്കാം, എല്ലാവർക്കും ഫുഡ് കൊടുക്കാം, നീ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ എന്നൊക്കെ പറയായിരുന്നില്ല അമ്മ. പോവാ ഗൈസ്. വൈകി ലേറ്റായി. എല്ലാരും റെഡിയായി വെയിറ്റ് ചെയ്യണ ഗൈസ്. കണ്ടോ? അപ്പൊ പുതിയ ചെരുപ്പ് കൂടി ഇടാന്ന് പറഞ്ഞിട്ടോ. പുതിയ ചെരുപ്പ് കൂടെ ഇട്ടിട്ട് നോക്കട്ടെ. ഇന്ന് മൊത്തം നമ്മള് പുതിയതിൽ ഇറങ്ങാന്ന് വിചാരിച്ചേ. സൺഡേ അല്ലേ, അപ്പൊ അമ്മയൊക്കെ ഉണ്ടല്ലോ. നമ്മളിന്ന് മൊത്തം പുറത്തുനിന്ന് ആക്കാന്ന് വിചാരിച്ചു. ചെരുപ്പ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. എങ്ങനെയുണ്ട്? നൈസ്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. വെയിലെന്ന് പറഞ്ഞാല് വൈ കൊട വേണ്ടല്ലേ, ഭയങ്കര വെയിലാണ് കേട്ടോ. നാട്ടില് മഴ തുടങ്ങിയില്ലേ, വീണ്ടും ഒരാഴ്ച മഴ ഉണ്ടായിരുന്നില്ല അല്ലമ്മ. പക്ഷെ നല്ല മഴ. ഗൈസ്, yeah, snow kingdom. നല്ല വെയിലുണ്ട്. Let's go. What's up you guys? How are you? Guys, yeah, nothing to say. എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നുമില്ലടി, റീൽസ് ഇല്ല. Guys, അമ്മയ്ക്ക് ഷോർട്സ് എടുക്കണം. സാരിയിലൊക്കെ നമ്മൾ കെട്ടി ഒരുങ്ങി വന്നതല്ലേ ഗൈസ്. നമ്മളിവിടെ എൻജോയ് ചെയ്താ വന്നിരിക്കണം. സോ അല്ല, നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ ഒരു സാരിയിൽ ഒരു സ്ലോ മോഷൻ നിർബന്ധമാണ് റീൽസ് ഇടുന്നത്. ഞാനായിട്ട് ഒരേ കളറാണ്. സ്ലേ 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 സ്ലേ. പുതിയ ടീഷർട്ട് അല്ലേ സുരേട്ടൻ്റെ? അവളെ നിർബന്ധിച്ച് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. ഹലോ ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് എന്തോ പെട്ടെന്ന് സിനിമയ്ക്ക് പോകാൻ തോന്നിട്ടോ. അങ്ങനെ നമ്മൾ വടിവേലു ഫഹദ് ഫാസിൽ മൂവിക്ക് വന്നതാണ്. അച്ഛനും അമ്മയ്ക്കും താല്പര്യം ഇല്ലായിരുന്നു. ശരി, എന്തായാലും കാണാമെന്ന് പറഞ്ഞു. ഹായ് അച്ഛ. ഹായ് മിനു.
ഗായ്സ് നമ്മളങ്ങനെ തിയേറ്റർ എത്തി. ഐനോക്സ് ഗായ്സ്. ഇവിടെ വന്നപ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഐ എം സ്റ്റാവിങ് ഗായ്സ്, ഐ എം സ്റ്റാവിങ്. മീ ടു. ടിക്കറ്റ് ഉണ്ടോ നോക്കണം. സോ മരദം മരദം ദം എന്തെനുന്തൻ കയ്യിൽ സ്വർഗം. ഗായ്സ് അച്ഛനും അമ്മയും സ്ലേ ക്വീൻസ്. ഗായ്സ് എൻ്റെ പുതിയ ഷൂസിന് അലക്ക ചവിട്ടി കേട് വരും. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. 12:45 പടം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് കയറാം. ഇല്ലെങ്കിൽ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴെങ്ങനെയും ഒരു 4 മണീൻ്റെ അടുത്ത് ആവുമല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് നമ്മളപ്പോൾ ശരി KFC എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. അപ്പോൾ കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വേറെ വേറെ. ഹായ് അമ്മ. ഗായ്സ് മൈ ബുറിഡോസ് ഹിയർ. യാസ് ക്വീൻ. അത് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത്. യെസ് ഗൈസ്, സോ ഐ ഗോട്ട് സം burrito, California burritos. ഇവിടെ ഭയങ്കര സൗണ്ട് വരുന്ന ആദ്യം പറഞ്ഞ കേൾക്കില്ല. ഉറക്കെ പറയണേ. ആദ്യത്തെ പറച്ചിൽ കേട്ടതൊന്നും ഇവളെല്ലാം വാരി വലിച്ച് തിന്നുന്നു. ഇവളങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇവളങ്ങനെ കഴിക്കില്ല. ഇതും ഇപ്പോൾ കഴിക്കാനൊന്നും അല്ല. കഴിച്ചു നോക്ക്. മിന്നിനോടുക്ക് മിനി കഴിക്കും. സൂപ്പറായിട്ടുണ്ടോ? ഇത് അച്ഛനും സുരാട്ടും കൂടെ KFC കൊണ്ട് വരുന്നുണ്ട്. വിളിക്കണ്ടേ? ആദ്യം ചിക്കൻ എടുക്കും. ഓക്കെ. വാട്ട് ഗായ്സ്, സ്ക്രീൻ 2 ആണല്ലേ നമ്മൾ. ഹേ മിനു. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ടാണ്. നല്ല സിനിമയായിരുന്നു. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഒരു ചായ കൂടെ കുടിക്കണം എന്നുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞ് ടയേർഡായി. ശരിക്കും ടയേർഡായി അല്ലേ? യാ. സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചെറിയൊരു തലവേദന. അപ്പോൾ നമ്മൾ ചായ കുടിക്കുക. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ചായ വെക്കണ്ടല്ലോ. ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് യാ നമ്മൾ ചായക്കടയിൽ വന്നിരിക്കുന്നു. ചായ മാത്രം പോരല്ലോ, എന്തെങ്കിലും കടി കൂടെ വേണ്ടതെന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരേ സംസാരമാണ് എല്ലാവരും കൂടെ. അപ്പോൾ അച്ഛനൊന്ന് പറയുന്നുണ്ട്, അമ്മയൊന്ന് പറയുന്നുണ്ട്, ഞാനൊന്ന് പറയുന്നുണ്ട്, മിന്നു ആദ്യം എല്ലാവരും ഓരോന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ട്. അത് ഞാൻ വീട്ടിൽ പോയിട്ട് വോയിസ് കൊടുക്കാനാണ്. വിനോ എപ്പോഴും എന്ത് ഓർഡർ ചെയ്താലും ഞാനാണ് കേട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യാറുള്ളത്. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അമ്മ പറയുമായിരുന്നു കുട്ടികൾക്ക് കൊടുക്കുക, അവർ ആദ്യം കഴിക്കട്ടെ എന്ന്. അപ്പോൾ നിൽക്കുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലേറ്റ് എൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ 2-3 വാ കഴിച്ചിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിന് അമ്മ അങ്ങനെ പറയുമായിരുന്നു.
ഉണ്ടാക്കി വൈകുന്നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ ഒരു കഫേയിലോട്ട് വിട്ടിട്ടോ. അത് നമ്മൾക്ക് പരിചയമുള്ളവർ തന്നെയാണ്, ഇവിടെ അപ്പാർട്ട്മെൻറ്റിലുള്ളവരാണ് കേട്ടോ, മലയാളികളാണ്. അപ്പോൾ അവർ കുറച്ച് ദിവസം കൊണ്ട് വരാൻ പറയുന്നു. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അച്ഛനമ്മയ്ക്കുള്ളതല്ലേ, എന്നാൽ പിന്നെ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കയറി. പിന്നെ ജ്യൂസും ഇതൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ച് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നല്ല മഴ പുറത്ത്. പിന്നെ കുറച്ച് നേരം മഴയൊക്കെ കൊണ്ട് കുറച്ചും അങ്ങനെ റീൽസൊക്കെ എടുത്തിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്